ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ വർക്കല ശിവഗിരിയിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വഴിയോര ദൃശ്യങ്ങളാണ്. ശിവഗിരിയും പരിസരവും വളരെ ക്രൗഡാണ്, തിരക്ക് വളരെ അധികമായിട്ടുണ്ട്. പല ഭാഗത്തു നിന്നും തീർത്ഥാടകർ അവിടെ സന്ദർശനത്തിന് എത്തുന്നുണ്ട്. പലതരത്തിലുള്ള കച്ചവടം, വഴിയോര കച്ചവടങ്ങൾ, കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റിനുള്ള റൈഡുകൾ എല്ലാം കൊണ്ടും വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഈ ഭാഗത്ത് കുറച്ച് കുട്ടികളുടെ റൈഡുകളാണ്. ഞാനൊരു വൈകുന്നേരം 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ സന്ദർശിച്ചത്. നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ആളുകളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള വ്യത്യസ്ത വിഭവങ്ങൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അവിടെയുണ്ട്. പല ഭാഷകൾ സംസാരിക്കുന്നവരെ കാണാം. പലതരം ഐറ്റംസ് വിൽപ്പനയ്ക്ക് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെടികൾ, സ്റ്റാച്യൂസ്, നല്ല മനോഹരമായ വിഗ്രഹങ്ങൾ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടുത്തെ ആ പ്രദേശം കംപ്ലീറ്റ് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതൊരു രാത്രിയിലെ കാഴ്ചയ്ക്ക് വളരെ ഒന്നാണ്. വാഹനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോകുന്നതിനും പാർക്ക് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വണ്ടിയിൽ വരുന്നവരൊക്കെ ഏറെക്കുറെ അല്പം ദൂര സ്ഥലങ്ങളിലിട്ടിട്ട് നടന്നാണ് അവിടത്തേക്ക് എത്തുന്നത്. അതൊരു വ്യത്യസ്ത ഡിഷാണ്. സ്വീറ്റ് കോൺ അവിടെ ഇത് ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്ത് സ്റ്റീം ചെയ്യുന്നു. അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വലിയ വലിയ ഓഡിറ്റോറിയം ഒരു സമയത്ത് 10,000-കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന സ്പേസ് ഇൻസൈഡിലുണ്ട്. ഓഡിയൻസ് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ ചിലർ പ്രോഗ്രാം കാണും. അതവിടെ ഫുൾ ടൈം എന്തെങ്കിലും പ്രോഗ്രാം കാണും, വ്യത്യസ്തമായിട്ടുള്ള. എല്ലാം ടോപ്പ് ആർട്ടിസ്റ്റുകളായിരിക്കും അവിടെ പെർഫോം ചെയ്യുന്ന. ചില വളരെ ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകൾ. നമ്മൾ അല്പനേരം ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാമൊക്കെ കണ്ട് എന്നിട്ട് അതിന് ശേഷം പിന്നെ
മറ്റ് ശിവഗിരിയുടെ മറ്റുള്ള പ്രദേശങ്ങളിലോട്ടും സ്റ്റാളുകളിലേക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. ജ്വല്ലറീസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ മറ്റ് കളിപ്പാട്ടങ്ങൾ, ഇത് വ്യത്യസ്തമായിട്ടുള്ള കച്ചവടങ്ങളാണ്. ചിലർ തറയിൽ ഇരുന്ന് ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവരുടേതായിട്ടുള്ള ചില പ്രോഡക്ട്സുകൾ വിൽക്കുന്നു. മലയാളി അല്ല, എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസോ മറ്റുള്ള ഇന്ത്യയുടെ മറ്റ് ബുക്ക് സ്റ്റാള്, ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. ഒരു കാം ആൻഡ് ക്വയറ്റാണ്. എല്ലാവരും വളരെ സൈലൻ്റൊക്കെ ആയിട്ടൊക്കെയാണ്. അന്തരീക്ഷം തന്നെ വളരെ ഒരു മൈൻഡിനൊക്കെ ഒരു നല്ല ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. അവിടുത്തെ കല്യാണ മണ്ഡപമാണ് ശിവഗിരി ശാരദാ മഠം. എല്ലാ പരിസരം കംപ്ലീറ്റ് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒത്തിരി മാറ്റങ്ങളുണ്ട് ആ പ്രദേശങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ അവിടെ വർക്കല എസ് എൻ കോളേജിലാണ് ഒരു 83 അവിടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്നു. അപ്പോൾ ശിവഗിരി നമ്മളെന്നും അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അത് ഗുരുവിൻ്റെ താമസിച്ച ബിൽഡിങ്ങാണ്. അവിടെ ഗുരുവിൻ്റെ കട്ടിലും എല്ലാം അതിനകത്ത് കാണാം. ഗുരു ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും ആ കെട്ടിടത്തിൽ പോയാൽ കാണാൻ പറ്റും. ഇതന്ന് വാഹനങ്ങളില്ലായിരുന്നു, ഗുരു ഉപയോഗിച്ച വണ്ടിയായിരുന്നു. അത് വലിച്ചുകൊണ്ട് പോകണം. ഒരു തേര് പോലത്തെ ഇത് ഗുരു അതിലിരിക്കും. വീലുണ്ട്, ആരെങ്കിലും മാനുവലി വലിച്ചുകൊണ്ട് പോകണം. ഗുരുവിൻ്റെ മഹാസമാധിയിലേക്ക് പോവുകയാണ്. അത് സ്റ്റെപ്പുകൾ കയറി മുകളിൽ പോകണം. അവിടെ വണ്ടി വരുന്നതിനും ഉള്ള വഴിയുണ്ട്. 2 വഴിയിലും വരാം. കുറേ കാറിൽ വരുന്നവർക്ക്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് കറങ്ങി വരും. അതാണ് ഗുരുവിൻ്റെ മഹാസമാധി മണ്ഡപം. അപ്പോൾ ഈ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളും ഞാൻ UK സെറ്റിൽഡാണ്. UKയിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഞാൻ പിന്നീടുള്ള വീഡിയോകളിൽ ഞാൻ വീണ്ടും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.